Assalamualaikum, welcome back to Feast and Fast. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ആയിട്ട് ഇതുവരെ ചെയ്യാത്ത ഒരു ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പായസമാണ്. അപ്പോൾ ഇത് കുറേ പായസം ഉണ്ടെങ്കിലും അതിലെല്ലാം ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ വെജിറ്റബിൾസ് വെച്ചിട്ടാണ് പായസം ചെയ്യുന്നത്. മിക്സ്ഡ് വെജിറ്റബിൾ പായസം. അപ്പോൾ നമ്മൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. എളുപ്പത്തിൽ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമുക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം നമ്മൾ 2 ക്യാരറ്റ് ചെറുതാക്കി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ പൊട്ടാറ്റോ, ഒരു ചെറിയ പൊട്ടാറ്റോ അത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബീൻസ്, ചെറിയ ബീൻസ് 2 എണ്ണം അതെടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര, പിന്നെ ബദാം ഒരു 10 മുതൽ 15 വരെ ബദാം എടുത്തിട്ടുണ്ട്. പിന്നെ കാഷ്യൂ നമ്മൾ അതുപോലെ തന്നെ എടുത്തിട്ടുണ്ട്. ഏലക്ക പൊടിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ മിൽക്ക് മെയ്ഡ് നമ്മളിവിടെ ചെറിയ ടിന്ന് ഫുൾ മിൽക്ക് മെയ്ഡ് എടുക്കുന്നുണ്ട്. പിന്നെ പാല് 1.5 കപ്പ്. നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് അടക്കാം. ആദ്യം തന്നെ നമ്മൾ 1.5 കപ്പ് പാല് ഒരു പാനിലേക്ക് ഒഴിച്ചിട്ട് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ക്യാരറ്റ്, പൊട്ടാറ്റോ, ബീൻസ് അതെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ വെജിറ്റബിൾസ് കുക്ക് ചെയ്തെടുക്കുന്നത് പാലിലിട്ട് തിളപ്പിച്ചിട്ടാണ്. അപ്പോൾ അതെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ വെജിറ്റബിൾസ് പാലിലാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പാലൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ വെജിറ്റബിൾസ് എല്ലാം പാലിൽ കിടന്ന് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് നേരത്തെ നമ്മൾ പറഞ്ഞ ബദാം നമ്മളൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഒരു തിക്ക് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ സാധാരണ പായസത്തിലേക്കൊക്കെ ചെയ്യുന്ന പോലെ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മിൽക്ക് മെയ്ഡ് അതിൻ്റെ അളവ് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച്, നിങ്ങൾ മധുരം എത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ട് അതിനനുസരിച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ഏലക്കയുടെ പൊടി ഒന്ന് ഇട്ട് കൊടുക്കാം. കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ പായസം എല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മളൊന്ന് മിക്സ് ചെയ്തെടുത്ത് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അതിലേക്ക് പാകത്തിനുള്ള നമ്മുടെ മധുരത്തിനനുസരിച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പഞ്ചസാര ഇപ്പോൾ ഇവിടെ ഇടുന്നില്ല, പാകത്തിനുള്ള മധുരമുണ്ട്. അപ്പോൾ മധുരത്തിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിലാണ് നമ്മൾ പഞ്ചസാര ഇടുന്നത്. ഇനി ഒരു പാൻ എടുത്ത് വെക്കാം. ഒരു പാൻ എടുത്ത് വെക്കാം. അതിലാണ് നമ്മൾ നമ്മുടെ അണ്ടിപ്പരിപ്പൊന്ന് സോട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ആ നെയ്യ് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മളതിലേക്ക് നമ്മുടെ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ടത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ അണ്ടിപ്പരിപ്പ് നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമുക്കത് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി അത് നമുക്ക് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിലുള്ള നെയ്യോട് കൂടെയാണ് നമ്മൾ ആ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ മിക്സ്ഡ് വെജിറ്റബിൾ പായസം ഇവിടെ ഫുൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. പലതരമുണ്ട്, പക്ഷേ ഇതൊരു വെറൈറ്റി പായസമാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കും ചെയ്യാം. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.